കല്യാണത്തിന് ഈ അച്ഛനമ്മമാര് ഐ മീൻ മക്കൾക്ക് കൊടുക്കുമല്ലോ, അതായത് എന്റെ മോനെ അല്ലെങ്കിൽ എന്റെ മോളെ നീ പൊന്നുപോലെ നോക്കണം. രശ്മി ഒറ്റ മോളായുണ്ട്, എപ്പോഴും ഒരു ബോഡി ഗാർഡ് കാണും കൂടെ, പുറത്തൊന്നും നമുക്ക് ഒറ്റയ്ക്ക് കിട്ടത്തില്ല. കല്യാണം നടത്തുമ്പോൾ ഒഫീഷ്യലി പെണ്ണ് കാണൽ അങ്ങനെ കുറെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ കാര്യത്തിൽ അതൊക്കെ ഉണ്ടായിരുന്നോ? ദേഹത്തിനും പ്രായം കുറവ്, എനിക്കും പ്രായം കുറവ്. ആ സമയത്ത് മനസ്സിലൊരു അട്രാക്ഷൻ ഉണ്ടാവാം. എന്നെ തേടി, എൻ്റെ നമ്പർ തേടി എന്നെ വിളിക്കുക, സംസാരിക്കുക, എല്ലാവരും കൊണ്ട് നല്ലത് പറയിച്ചിട്ട് നമുക്ക് ഒരിക്കലും ജീവിക്കാൻ ഒക്കില്ല. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ടു ഷോ. ഈ ഇടയായിട്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഒരു കല്യാണത്തിൻ്റെ വിശേഷമാണ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അതിലെ ഏറ്റവും സ്പെഷ്യലായ രണ്ട് പേരാണ്. മറ്റാരുമല്ല, രശ്മി ചേച്ചിയും പ്രകാശ് ഏട്ടനുമാണ്. ചേട്ടാ ചേച്ചി, വെൽക്കം ടു ഷോ. എന്നാ പറയുക, ആദ്യമേ തന്നെ ഹാപ്പി മാരീഡ് ലൈഫ്, അവിടെ നിന്ന് തന്നെ അങ്ങ് തുടങ്ങാം. കുറേ വർഷത്തിൻ്റെ ആഗ്രഹമാണ് ഇന്ന് ഈ കല്യാണത്തിൽ സാധിച്ചിരിക്കുന്നത് അല്ലേ? കുറേ വർഷങ്ങൾ കൊണ്ടുള്ള നിങ്ങളുടെ പ്രണയം, അല്ലെങ്കിൽ കുറേ വർഷങ്ങളായുള്ളൊരു അസുലഭ നിമിഷമാണ്. അതിൻ്റെ അകത്തൊരു കറക്ഷനും അത് മീഡിയക്കാർ ഇങ്ങനെ ആക്കിയതാണ്. കാരണം നമ്മളങ്ങനെ പ്രണയിച്ച് നടന്നതൊന്നുമല്ല. മനസ്സിലൊരു ഇഷ്ടം തോന്നിയത് ഡെലിവറി പറഞ്ഞിട്ട് പോലും ഇല്ല. അത് മനസ്സിൽ ഇങ്ങനെ നിന്നും അത് പറയാനുള്ള സാഹചര്യം ഒന്നും ഉണ്ടായില്ല. രണ്ടുപേരും പിന്നെ രണ്ടു വഴിക്ക് അങ്ങ് പോയി. രണ്ടുപേർക്കും ഓരോ ഫാമിലി ഉണ്ടായി, അതിൽ സെറ്റിൽഡ് ആയിരുന്നു. ഈ 40-45 വർഷം പിന്നെ കണ്ടിട്ട് പോലും ഇല്ല. അല്ലാതെ പ്രണയിച്ച് 40 വർഷം നടന്നു എന്ന് പറയുന്നതൊക്കെ വളരെ തെറ്റായ വാർത്തയാണ്. അങ്ങനെ ഒരു സംഭവമേ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല. പിന്നെ അന്ന് ചെറിയ പ്രായത്തിൽ ദേഹത്തിനും പ്രായം കുറവ്, എനിക്കും പ്രായം കുറവ്. ആ സമയത്ത് മനസ്സിലൊരു അട്രാക്ഷൻ ഉണ്ടാവാം ആരോടായാലും. ഒരു സ്ത്രീയും പുരുഷനും കാണൂല അങ്ങനെ ആരോടും അട്രാക്ഷൻ ഇല്ല. അങ്ങനെ ഒരു അട്രാക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പക്ഷെ പറഞ്ഞിട്ട് പോലും ഇല്ല. അങ്ങനെ അത് പ്രണയം 40 വർഷം കൊണ്ട് നടന്നിട്ട് ഇപ്പം പൂവണിഞ്ഞതൊന്നും അല്ല. അതൊരു തെറ്റായതാണ്. ഒരു ലെറ്റർ തന്നിരുന്നു, പക്ഷെ അത് എനിക്ക് കിട്ടി, ഞാൻ കണ്ടിട്ടുമില്ല. കിട്ടിയത് അത് എങ്ങനെയോ അത് മിസ്സായി. അല്ല, അപ്പൊ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത്? എങ്ങനെയായിരുന്നു പണ്ട്? ഏത് സമയത്ത്? റിലേഷൻഷിപ്പ് എന്ന് പറയാനൊന്നും ഇല്ലായിരുന്നു. അന്ന് നോക്കുക, കാണുക, ചിരിക്കുക. സ്കൂളിൽ പഠിക്കുമ്പോൾ? സ്കൂളിൽ പഠിച്ചു, 10th പാസ് ഔട്ടായി, റിസൾട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരു സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു. ഒരു 1 month കോഴ്സായിരുന്നു. അപ്പം അതിന് പോയപ്പം അവിടെ ജോലി ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്. അപ്പം അതും ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങിയ സമയമാണ്. ചെറുപ്പം 20 വയസ്സോ ഒരു ഓൾമോസ്റ്റ് 21-20 വയസ്സോ കാണുമോ. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ അവിടെ ഇങ്ങനെ ഒരു ചെറിയ ഒരു അട്രാക്ഷൻ തോന്നി. അങ്ങനെ നോക്കിയിട്ടുണ്ട്. ഒരു ലെറ്റർ അച്ഛന് കൊടുക്കാനാന്ന് പറഞ്ഞൊരു ഡയറി തന്ന. അച്ഛൻ അവിടുത്തെ മെമ്പർ ആയതുകൊണ്ട് മീറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാ പ്രാവശ്യവും ഉണ്ടാവും. അപ്പോൾ ഇത് അച്ഛന് കൊടുത്തേക്കുമെന്ന് പറഞ്ഞ് ക്ലാസ്സിൽ കൊണ്ടുവന്ന് ടീച്ചറിനോട് കൊടുത്ത് ടീച്ചർ എനിക്ക് തന്നു. ഈ ഡയറി തുറന്നു പോലും ഞാൻ നോക്കിയില്ല. അതേപോലെ അച്ഛൻ്റെ കൊണ്ട് കൊടുത്തു. അച്ഛൻ ഈ ഡയറി അത് അച്ഛനും തുറന്നു നോക്കിയില്ല, അച്ഛനവിടെ മേശപ്പുറത്ത് വെച്ചു. ഇതിൻ്റെ അകത്ത് ഒരു ലെറ്റർ ഉണ്ടായിരുന്നു, അത് ഞാൻ കണ്ടതും ഇല്ല, അച്ഛനും കണ്ടില്ല. അത് പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായത് എന്തെങ്കിലും പ്രശ്നം ആയാലോ എന്ന് കരുതി വൈകിട്ട് തന്നെ അത് ആളിനെ വിട്ട് എടുപ്പിക്കുകയും ചെയ്തു. അതൊന്നും ഞാൻ അറിയുന്നില്ല. ഇതൊക്കെ ഇപ്പൊ പറയുമ്പോഴാണ് അറിയുന്നത്. ഈ റീസെന്റ് ആയിട്ടാണ് ലെറ്ററിന്റെ കഥ അറിയണേ. ലെറ്ററിന്റെ കഥ അറിയുന്നത് അതിന്റെ അകത്ത് എന്താണെന്ന് പോലും ഇപ്പൊ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. എന്നായിരുന്നു ആ ലെറ്റർ? പ്രണയാഭ്യർത്ഥന തന്നെ ആയിരുന്നോ? 2 ലൈനേ ഉള്ളായിരുന്നു. 2 ലൈൻ ഇംഗ്ലീഷിൽ 2 ലൈൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം രണ്ടുപേരും 2 ലൈഫ് കണ്ടിട്ടേ ഇല്ല, 2 സെറ്റിൽഡ് ആയി. പിന്നെ അപ്പോഴേ വിദേശത്ത് ജോലിയായി അങ്ങ് പോയി. പിന്നെ കണ്ടിട്ടേ ഇല്ല. പിന്നെ ഞാനും ഇപ്പം എൻ്റെ ഹസ്ബൻഡ് അദ്ദേഹം ആയിട്ട് ഇഷ്ടമായി. അങ്ങനെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. ഇദ്ദേഹത്തിൻ്റെയും കല്യാണം അതേ വർഷം 1987 ഞങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം. പിന്നെ 2 ഫാമിലിയായി, രണ്ടുപേരും രണ്ടിടത്ത് സന്തോഷമായിട്ട് കഴിഞ്ഞു. ആ ഫാമിലിയും സന്തോഷമായിരുന്നു. അവിടെ 2 ആൺകുട്ടികളാണ്, എനിക്ക് 2 പെൺകുട്ടികളാണ്. ഞങ്ങൾ സന്തോഷമായിട്ട് കഴിയുമായിരുന്നു. അപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെയും പാർട്ട്നേഴ്സ് എനിക്ക് കിട്ടിയില്ല, നഷ്ടപ്പെട്ടു. അപ്പോഴേ ഈ ഒറ്റയ്ക്ക് കഴിയുന്ന സമയത്ത് വീണ്ടും ഇദ്ദേഹം ഞാൻ കൊല്ലത്തുനിന്ന് എറണാകുളത്തോട്ട് പോകുന്ന 2022 ഇദ്ദേഹം വിദേശത്തുനിന്ന് കൊല്ലത്തോട്ട് വരുന്നത് 2022.
ഓക്കെ. അപ്പോഴും കാണുന്നില്ല, അപ്പോഴും അറിയുന്നില്ല. ഈ എനിക്ക് അറിയേണ്ടത് ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നത് അതാ മക്കളാണ് കല്യാണം നടത്തിയത് എന്നുള്ളൊരു ഇതാണ് വരുന്നത്. അതിലൊക്കെ ഇപ്പം ചേച്ചി പറഞ്ഞു, തുടക്കം തന്നെ പറഞ്ഞു, ചിലതൊക്കെ തെറ്റിദ്ധാരണകളുണ്ട്, പ്രത്യേകിച്ച് ഈ 40 വർഷത്തെ പ്രണയം അതൊക്കെ തെറ്റിദ്ധാരണയാന്ന് പറയുന്നുണ്ട്. അതേപോലെ മക്കളിത് ഈ കല്യാണം നടത്തിയപ്പം എങ്ങനെയായിരുന്നു അവരിലേക്ക് അപ്രോച്ച് ചെയ്തത്? അതായത് അമ്മേൻ്റെ അച്ഛൻ്റെയും കല്യാണം നടത്താൻ ഒക്കെ റെഡി ആണെന്നുള്ള ആ ഒരു അപ്രോച്ചിങ്, ആ ഒരു മൊമെന്റ്, അത് എപ്പോഴായിരുന്നു, എങ്ങനെയായിരുന്നു അത് സംഭവിച്ചത്? അവർ നടത്തിയതല്ല, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട് ഒരു ധാരണയിലെത്തിയിട്ട് പിന്നെ അവരെ അറിയിക്കുന്നത്. ഓ ഓ ഓ. അപ്പൊ നിങ്ങള് ചേച്ചി 22-ന് അങ്ങ് എറണാകുളം വന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു സംഭവം നടന്നത്, ഞാൻ ചെറിയ ഒരു ഷോർട്ട് ഫിലിമിലൊക്കെ ആക്ട് ചെയ്തു. ഷോർട്ട് ഫിലിം, വെബ് സീരീസ്. സെന്തിൽ, എൻ്റെ മരുമോൻ സെന്തിലാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് വെറുതെ വീട്ടിലിരുന്നപ്പോൾ എനിക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യം ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നി. ഭയങ്കര ഒരു പാഷനായിട്ടിരുന്നു. വർഷങ്ങൾക്ക് മുമ്പേ ഇഷ്ടമായിരുന്നു, പക്ഷെ അന്ന് അതിനുള്ള സാഹചര്യവും അവസരമൊന്നും ഉണ്ടായില്ല. അപ്പം സെന്തിലിനോട് ഞാൻ പറഞ്ഞപ്പോൾ എന്നാ ഒരു വെബ് സീരീസ് ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിമാണ്. എൻ്റെ ഫ്ലാറ്റ് വെച്ച് തന്നെയായിരുന്നു എൻ്റെ ഷൂട്ടൊക്കെ. അപ്പം അതിൻ്റെ അകത്തൊരു റോള് ഞാൻ ചെയ്തു. ആദ്യമായിട്ട് ക്യാമറയുടെ മുമ്പിൽ എൻ്റെ മരുമോൻ്റെ ക്യാമറയുടെ മുമ്പിൽ തന്നെയാണ് വന്നത്. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് സെന്തിൽ ഓക്കെ പറഞ്ഞു. പിന്നെ അതിനെ തുടർന്ന് എനിക്ക് കുറേ അവസരങ്ങൾ കിട്ടി. അങ്ങനെ ഞാൻ കുറേ ഷോർട്ട് ഫിലിമും ഈ വെബ് സീരീസും ഒക്കെ ചെയ്തു. അപ്പം അതിലൊരു ഷോർട്ട് ഫിലിം ചിരിമിഠായി എന്ന് പറഞ്ഞ് കൊല്ലത്ത് ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് നമ്മുടെ ഗോപകുമാർ ചേട്ടനും പിന്നെ നമ്മുടെ തൊട്ട് അടുത്ത നമ്മുടെ വർഷങ്ങളായിട്ട് നമ്മുടെ കുട്ടിയിലേ അറിയാവുന്ന മധുവണ്ണൻ നമ്മുടെ ഡയറക്ടറായിരുന്നു, ശ്രീകുമാരൻ തമ്പിസാറിൻ്റെ അസിസ്റ്റൻ്റ് ഒക്കെ ആയിട്ടിരിക്കുക. അപ്പം അദ്ദേഹമായിരുന്നു എൻ്റെ ഡയറക്ടർ. അപ്പം എനിക്ക് അവസരം തന്നു. ഞാൻ അതിൻ്റെ 2-3 മെയിൻ ക്യാരക്ടേഴ്സ് തന്നെ 2-3 ഷോർട്ട് ഫിലിം ചെയ്തു. അപ്പം ഈ മധുവണ്ണൻ എന്ന് പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്താണ്, ഗോവൻ ചേട്ടനും സുഹൃത്താണ്. പക്ഷെ മധുവണ്ണനായിട്ട് ഒരു ദിവസം സംസാരിക്കുമ്പോൾ യാദൃശ്യമായിട്ട് എൻ്റെ പേര് വന്നതാണ്. അപ്പോഴ് എന്നാ പിന്നെ ഈ രശ്മിയാണോ എന്ന്, അപ്പം പഴയ കാര്യം ഇങ്ങനെ ഓർമ്മയിൽ വന്നു. അങ്ങനെ മധുവണ്ണനാണ് എൻ്റെ നമ്പർ വാങ്ങിക്കണത്. അങ്ങനെയാണ് പിന്നെ വിളിച്ച് സംസാരിച്ചത്. ആ ഒരു പണ്ടത്തെ ആ ഒരു സുഹൃത്ത്, പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ആ ഒരു സുഹൃത്തിനെ പിന്നെ അതിന് ശേഷം കണ്ടപ്പം, അല്ലെങ്കിൽ അതിന് ശേഷം നിങ്ങൾ സംസാരിച്ചപ്പോൾ എന്തായിരുന്നു ചേട്ടന്, എങ്ങനെയായിരുന്നു ചേട്ടന്? ഒന്ന് ഇഷ്ടം ഉണ്ടായിരുന്നു, അത് പറയാൻ പറ്റിയില്ല, എന്നാൽ കൊടുത്തിട്ട് ആള് ശ്രദ്ധിച്ചിട്ടുമില്ല. പിന്നീട് നിങ്ങൾ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു മൊമെന്റ്? ഫോണിൽ കൂടെ കോൺവെർസേഷൻ ആയിരുന്നു. എന്നാ നമ്മൾ ആദ്യത്തെ കോൾ ഒക്ടോബർ 21-ാം തീയതിയാണ് വിളിക്കുന്നത്. അന്നേരം അതിനുശേഷം പല കോളുകളിലായിട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. അന്നേരം ആണ് ഇതൊക്കെ ഷെയർ ചെയ്യുന്നത്. അന്ന് അതിനകത്ത് ലെറ്റർ ഉണ്ടായിരുന്നു. അപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെയൊക്കെ സംഭവം. അന്നേരം പറഞ്ഞെൻ്റെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അതെ, നീ എന്നെ പറ്റിച്ചുവല്ലേ, നീ ഒന്ന് നോക്കണ്ടതായിരുന്നു എന്നൊക്കെ. പിന്നെ എൻ്റെ ചേച്ചിയുടെ മോളായിട്ട് ഫ്രണ്ടാ. അന്നേരം ചേച്ചിയുടെ മോള് തന്നെ പറ്റി തിരക്കിട്ടുണ്ട്. ഫ്രണ്ടാണെന്നൊന്നും എനിക്ക്, അല്ല ചേച്ചിയുടെ മോളാണെന്നൊന്നും അറിയാതെയാണ് അപ്പം ഇങ്ങനെ മുണ്ടക്കലാണ് ഇതാന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ അറിയാമല്ലോ, അന്വേഷണം പറയണമെന്നൊക്കെ പറഞ്ഞപ്പോൾ റീകളക്ട് ചെയ്ത് അത് മറന്നിരുന്ന കാര്യം പിന്നെ പഴയ കാര്യങ്ങൾ, അത് വർഷങ്ങളായി. അല്ല, അത് ഞാൻ പിന്നെ പ്രൊസീജർ, എനിക്കൊരു സംശയം, ഇനി ലെറ്റർ കിട്ടിയിട്ട് പ്രതി കിട്ടിയോ ഇല്ലെന്ന് എനിക്ക് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അതങ്ങോട്ട് പ്രൊസീഡ് അവിടെ വെച്ചത് സ്റ്റോപ്പ് ചെയ്ത്. എന്നിട്ട് പിന്നീട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അത് കിട്ടിയില്ല. രശ്മിയെ നേരിട്ട് കണ്ടപ്പോഴാണ് അറിഞ്ഞത് കിട്ടിയില്ല. പിന്നെ നിങ്ങൾ തമ്മിൽ കണ്ടു, വർഷങ്ങൾക്ക് ശേഷം കണ്ടു, ഫോണിൽ സംസാരിച്ചു, കണ്ടു. അതിന് ശേഷമാണ് നിങ്ങളുടെ ആ ഒരു സംസാരിച്ചാണ് കുറെ കൂടുതൽ കണ്ടത്. അത് കഴിഞ്ഞ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ്. എന്നിട്ട് മക്കളോട് പറഞ്ഞു. സാധാരണ ഇതെന്താന്ന് മക്കളോട് ആദ്യം മുതലേ പറഞ്ഞു. ഇങ്ങനെ എനിക്കൊരു പഴയ ഒരു ഫ്രണ്ടിനെ എനിക്ക് കിട്ടി, അപ്പൊ ഇങ്ങനെ വിളിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോഴ് മക്കൾക്ക് ഒരു കൗതുകം തോന്നി. അവർക്ക് എനിക്കൊരു പാർട്ണർ ഉണ്ടാവുന്നത് അവർക്ക് രണ്ടുപേർക്കും വളരെ സന്തോഷവും. അവരത് പലപ്പോഴും അത് പറഞ്ഞിട്ടുമുണ്ട്. അതിനു വേണ്ടി അവർ ശ്രമിച്ചിട്ടുമുണ്ട്. അന്നൊന്നും അങ്ങനെ ഒരു സെക്കൻഡ് മാരേജിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഒരു ലൈഫ് വേണ്ട എന്ന് തന്നെ കരുതി ഇങ്ങനെ അങ്ങ് പോട്ടെ, ഇനിയുള്ള കാലം ഇങ്ങനെ മതി എന്നുള്ള, അതാണ് ഈ ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ മനസ്സിനെ ഒന്ന് ഡീവിയേറ്റ് ചെയ്യാമല്ലോ എന്ന് കരുതിയാണ് ആക്ട് ചെയ്യാൻ പോയത്.
പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് മണവാട്ടി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് തിരുവനന്തപുരം ജസിൻഡ മോറിസാണ്. പുള്ളിക്കാരി ഒരുപാട് ഷോർട്ട് ഫിലിംസ് ഒക്കെ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് അതിലും ഒരു അവസരം തന്നു റീസെൻ്റ് ആയിട്ട്. അതാണ് ഞാൻ അവസാനം ചെയ്തത്. അപ്പോൾ അതിലും പോയി, അതും ചെയ്തു. ഒന്ന് ഡീവിയേറ്റ് ചെയ്യാനും കൂടെ വേണ്ടിയൊക്കെ. അപ്പോഴെൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു, ഇത് റിലീസാകുമ്പോൾ രശ്മിയുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പേരും മണവാട്ടി കാത്തിരിക്കുന്നു എന്നാണ്. അപ്പോൾ അതെല്ലാം എന്തോ ഒരു നിമിത്തം പോലെ ചിന്ത ഉണ്ടായിരുന്നു കല്യാണത്തിന്. അവർ പറയുമായിരുന്നു. പിന്നെ ഇതൊക്കെ ഒരു നിയോഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ വല്ല ദൂരെ നാട്ടിൽ കുറേ നാളായിട്ട് സെറ്റിലായിരിക്കുന്ന ഒരാൾ വീണ്ടും തിരിച്ചു വരിക, എന്നെ തേടി എൻ്റെ നമ്പർ തേടി എന്നെ വിളിക്കുക, സംസാരിക്കുമ്പോഴും അങ്ങനെ ഒരുമിച്ച് ജീവിക്കും എന്നുള്ള ഒരു തോന്നലും ഒന്നുമില്ല. അങ്ങനൊന്നും പറഞ്ഞിട്ടുമില്ല. പക്ഷെ ഒരു ആക്ച്വലി എനിക്ക് തോന്നുന്നത് അതാണ് കൂടുതലും ഇപ്പം നമ്മുടെ ഈ സമൂഹത്തിൽ അക്സെപ്റ്റ് ചെയ്യാത്ത ആയിട്ടുള്ള കാര്യം അതാണ് ചേച്ചി അന്ന് പറഞ്ഞ പോലെ 40 വർഷത്തിന്റെ ആ ഒരു കഥ അത് ഒറിജിനൽ അല്ല. അതേപോലെ ഇത് അക്സെപ്റ്റബിൾ അല്ലാത്തത്, ഐ മീൻ കല്യാണം ഈസ് ഓക്കെ, പക്ഷേ അച്ഛനമ്മമാരുടെ കല്യാണം വീണ്ടും നടത്തുക എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ഈ സമൂഹത്തിൽ, അത് എനിക്ക് എന്താണെന്നറിയില്ല, നമ്മുടെ സമൂഹത്തിൽ അക്സെപ്റ്റബിൾ അല്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ ഇതേപോലെ വൈറൽ കപ്പിൾസ് ആയത്. കാരണം നിങ്ങളുടെ വീണ്ടും മാരേജ് നടന്നപ്പം സോഷ്യൽ മീഡിയ ഫുള്ള് ചർച്ചയായത് അതുകൊണ്ടാണ്. കാരണം ഇന്ന് നമ്മുടെ ഇതൊരു നോർമൽ സംഭവമായിരുന്നെങ്കിൽ ഇത് ഇത്രയും ഇത് വരത്തില്ലായിരുന്നു. ആ ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ എല്ലാ കാര്യങ്ങളും വളർന്നു വരുന്നുണ്ടെങ്കിലും ചിലത് അക്സെപ്റ്റബിൾ അല്ല. അപ്പം നിങ്ങളുടെ ഒരു തോട്ട് ഓഫ് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഈ ഒരു കാര്യത്തെ പറ്റി എന്താ പറയാനുള്ളത് രണ്ടുപേർക്കും? ഞാൻ എൻ്റെ കൂടുതൽ സമയം വിദേശത്ത് സ്പെൻഡ് ചെയ്യാണ്ട് ഇവിടുത്തെ കൾച്ചറിൽ നിന്ന് സ്വല്പം അങ്ങോട്ട് മാറിയിട്ടുണ്ട്. പിന്നെ മക്കളും അത് കണക്കാണ് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു ഫ്രണ്ട്സിനെ കണക്കാണ് മക്കളെയും ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നേരം അവർക്കൊരിത്, അവരും പുറത്താണ് രണ്ടുപേരും. അന്നേരം അവർക്കിതൊരു ഇതായിട്ട് നമ്മളിവിടെ ഉള്ള ഒരു ഫീൽ ചെയ്യുന്നൊരു ഇത് അവർക്ക് തോന്നിയിട്ടില്ല. അവർക്ക് ക്വയറ്റ് അക്സെപ്റ്റബിൾ, ഹാപ്പി. അല്ല, സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ കുറേയൊക്കെ സമൂഹത്തെ ഭയക്കണം. പക്ഷെ സമൂഹത്തിനെ മാത്രം എല്ലാവരും കൊണ്ട് നല്ലത് പറയിച്ചിട്ട് നമുക്ക് ഒരിക്കലും ജീവിക്കാൻ ഒക്കില്ല. നമുക്കൊരു ജീവിതമേ ഉള്ളൂ. അപ്പോൾ അതിങ്ങനെ ഞാൻ ചിന്തിച്ചപ്പോൾ ഒരു ഒറ്റപ്പെടൽ പോലെ ആയിരുന്നു. എൻ്റെ മക്കളെ ഭയങ്കര പൊന്നുപോലെയാണ് അവർ എൻ്റെ മക്കളായാലും മരുമകനായാലും ഏത് കാര്യത്തിനും അവർ എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ ശബ്ദം മാറിയാൽ പോലും അവർക്കറിയാം എന്താണ്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് അവരുടേതായ ജോലി തിരക്കുകളും അവർ ബിസിയാണ് പല കാര്യത്തിലും. അപ്പോൾ ചില സമയത്ത് നമുക്ക് ഒന്ന് എന്താ പറയുന്നത്, എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ എന്ന് പറഞ്ഞാൽ മതി. പിന്നെ എല്ലാവരും ആഗ്രഹിക്കില്ലേ ഒരു ഷോൾഡർ ടു ക്രൈ ഓൺ അല്ലെങ്കിൽ ലൈ ഓൺ, അതുപോലെ. അല്ല, അപ്പം ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. അപ്പം നോർമലി അച്ഛനമ്മമാരായിക്കോട്ടെ, മക്കളായിക്കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ നോക്കി നമ്മൾ സെറ്റിൽഡ് ആവും. അവരെ സെറ്റിലാക്കാൻ നമ്മൾ ട്രൈ ചെയ്യിപ്പിക്കും. അവർക്ക് കൊച്ചുമക്കളാകുമ്പോൾ അവിടെ നോക്കും. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു പാർട്ട്ണർ നമ്മളെ വിട്ടുപോയാലും നമ്മൾ ഇതിൽ സ്റ്റക്ക് ഓൺ ആയിരിക്കും. പിന്നെ ഓക്കെ, എനിക്ക് എൻ്റെ മക്കൾ, അവരുടെ കൊച്ചുമക്കൾ, അതിൽ ഞാൻ യൂസ്ഡ് ആണ്, അല്ലെങ്കിൽ അതിൽ ഞാൻ സ്റ്റക്ക് ഓൺ ആയാണ് കോമൺലി എല്ലാ പേരൻസും ചിന്തിക്കാം. അവരങ്ങനെ പോകത്തുള്ളൂ. അതിൽ നിന്ന് ഒരു വെറൈറ്റി ആയിട്ടാണ് നിങ്ങൾ ചിന്തിച്ചത്. അപ്പം പലരും ചോദിക്കും, നിങ്ങൾക്കൊരു സെക്കൻഡ് പാർട്ട്ണർ വേണ്ടാന്ന് പറഞ്ഞ് ഒതുങ്ങുന്നവരാണ് ഏറ്റവും കൂടുതൽ. സോ അങ്ങനെ വരുമ്പോൾ ആ ഒരു എന്താ പറയുക, അതാണ് നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ അക്സെപ്റ്റ് ചെയ്യുന്നത്. എനിക്ക് ഒരു സെക്കൻഡ് മാരേജിനെ കുറിച്ച് അപ്പോൺ ഗോഡ് ഞാൻ പറയാണ്, ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ഒരു സെക്കൻഡ് മാരേജ് എനിക്ക് വേണ്ടാന്ന് തന്നെയാണ് എൻ്റെ. കാരണം എനിക്ക് ഒരുപാട് സ്നേഹം തന്ന ഒരാളായിരുന്നു എൻ്റെ പാർട്ട്ണർ. ഞങ്ങൾ തമ്മിൽ ഒരു പ്രാവശ്യം പോലും പിണങ്ങിയിട്ടോ ഒച്ചരിച്ച് സംസാരിച്ചിട്ടോ എന്നെ മുഖത്ത് നോക്കി ഷൗട്ട് ചെയ്തിട്ടോ ഒന്നുമില്ല. അത് കണ്ടാണ് എൻ്റെ മക്കളും വളർന്നത്. അപ്പം ഞങ്ങളൊരു ഫ്രണ്ട് ഒരു ഫാമിലി എന്ന് പറയുന്നത് അച്ഛൻ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം, ബഹുമാനിക്കണം, അങ്ങനെയൊന്നുമില്ല. അച്ഛൻ വരുമ്പോൾ അച്ഛൻ്റെ ഷോൾഡറിൽ കൈയിട്ടാണ് എൻ്റെ മക്കൾ നടക്കുന്നത്. അതുപോലെയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സ്നേഹം. ഭയങ്കര ബോണ്ടിങ് ആയിരുന്നു. അത് നമ്മുടെ നാട്ടിൽ ആരോട് ചോദിച്ചാലും പറയുന്ന കാര്യങ്ങളാണ്. എൻ്റെ ബന്ധുക്കൾ, എൻ്റെ ഹസ്ബൻഡിൻ്റെ ആൾക്കാരും സിബ്ലിങ്സ് എല്ലാവരും ഉണ്ടായിരുന്നു എൻ്റെ കല്യാണത്തിന്. നമ്മുടെ കല്യാണത്തിന് അവരെല്ലാം വന്ന് നമ്മൾ ബ്ലെസ് ചെയ്തിട്ടാണ് പോയത്. അപ്പം അത്രയും അങ്ങനെ ഒരു ഫാമിലി ആയിരുന്നു. പിന്നെ ഇദ്ദേഹം അതുപോലെ ഒരാളാണ്. ഫാമിലി ഓറിയന്റഡ് പേഴ്സൺ. മക്കളായാലും വൈഫിനോടായാലും അത്രയും അറ്റാച്ച്മെന്റ്. അപ്പം എന്നെപ്പോലെ തന്നെയാണ് ആ ഫാമിലിയെയും ഇദ്ദേഹം കണ്ടത്. അപ്പം അങ്ങനെ ഒരാൾക്ക് ഒരിക്കലും സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചു, ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എന്നെ സ്നേഹിക്കുമായിരിക്കും എന്നുള്ള ഒരു തോന്നൽ എനിക്ക് അന്നേ ഉണ്ടായിരുന്നു. എന്നെ കെയർ ചെയ്യും. അപ്പോൾ ഒരു കെയർ
ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു ഷോൾഡർ ടു ലൈ ഓൺ, അത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. നമ്മൾ എന്തെങ്കിലും മക്കളടുത്ത് എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റില്ല, എല്ലാത്തിനും ഒരു ലിമിറ്റേഷനുണ്ട്. മക്കൾ എത്ര നല്ല സ്നേഹമുള്ള മക്കളായാലും അങ്ങനെയാണ്, അവർ ബിസി ആയിപ്പോവും, അത് അവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ കരുതി ഇങ്ങനെ ഒരാളാവുമ്പം എനിക്ക് കുറച്ചും കൂടെ ഓപ്പൺ അപ്പ് ആവാമെന്നല്ല, എനിക്ക് കുറച്ച് ഞാൻ റിലാക്സ്ഡ് ആവും. എനിക്ക് സ്നേഹം കിട്ടാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അതെനിക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഇഷ്ടം പോലെ അവിടെ നിന്ന്. അപ്പം അതിൽ ഞാൻ ഹാപ്പിയാണ്. ദൈവം അതെന്നും നിലനിർത്തി തരട്ടെ. മക്കളായാലും മക്കളൊക്കെ അതുപോലെ തന്നെ. അങ്ങനെ രശ്മിയും കൊച്ചുമോളെ നോക്കി ഒതുങ്ങി കൂടിയതായിരുന്നു. കൊച്ചുമോൾ പിന്നെ അപ്പോഴാണ് ഞാൻ അപ്പിയർ ചെയ്തത്. എന്നാലും സംസാരിക്കുമ്പോൾ ആ കൊച്ചുമോളുള്ളതുകൊണ്ട് അവിടെ സ്റ്റേ ചെയ്യുന്നതുകൊണ്ട് ഒരു ലിവിങ് ടുഗദറോ അല്ല ഒരു മാരേജോ ഒന്നും നടക്കത്തില്ല എന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാമായിരുന്നു. എന്നിട്ട് പിന്നെ അത് പെട്ടെന്ന് ട്വിസ്റ്റ് വന്ന് ഇതിലേക്ക് മാറി. അന്നേരം മോള് സമ്മതിച്ച് പോയിക്കോ, അമ്മ ഞങ്ങളുടെ കുട്ടിയെ നോക്കി ജീവിതം കളയണ്ട, അമ്മയുടെ ലൈഫ് നോക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് ഇത് മെറ്റീരിയലൈസ്. ഹാപ്പിയായിരുന്നു. മരുമാനാണ് കൂടുതൽ ഇനിഷ്യേറ്റീവ് ആദ്യം പോലെ എടുത്തത്. ഈ നമ്മൾ സാധാരണ കല്യാണം നടത്തുമ്പോൾ ഒഫീഷ്യലി പെണ്ണ് കാണൽ അങ്ങനെ കുറെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ കാര്യത്തിൽ അതൊക്കെ ഉണ്ടായിരുന്നോ? അങ്ങനെ ഇല്ലായിരുന്നു, പെണ്ണ് കാണലില്ലായിരുന്നു, പെണ്ണാണ് എല്ലാവരുമായിട്ട്. ഈ കല്യാണത്തിന് ഈ അച്ഛനമ്മമാര് മക്കൾക്ക് കൊടുക്കുമല്ലോ, അതായത് എൻ്റെ മോനെ അല്ലെങ്കിൽ എൻ്റെ മോളെ നീ പൊന്നുപോലെ നോക്കണം, എൻ്റെ മോനെ ഈ പൊന്നു, അങ്ങനെ കുറെ ഇവര് തമ്മിൽ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ വരുമല്ലോ. ഇങ്ങടെ ഐ മീൻ ചേച്ചിയുടെ ചേട്ടൻ്റെ മക്കൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ അമ്മനെ നോക്കണം, എൻ്റെ അച്ഛനെ നോക്കണം, അങ്ങനെയല്ല കോൺവെർസേഷൻ. പ്രത്യേകിച്ച് ശ്വേത എന്ന് പറഞ്ഞ യൂട്യൂബറാ, അതൊക്കെ ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരുടെ ഒരുപാട് ഡയലോഗുകൾ വരും ഇതണക്കുള്ള. അങ്ങനെ ഒരുപാട് മൂമെന്റ്സ് ഉണ്ടായിരുന്നു. എൻ്റെ മക്കളും അതുമായിട്ട് പിന്നെ കോർഡിനേറ്റ് പോകും. അവർക്കൊരു എന്റർടൈൻമെന്റ് ആയിരുന്നു. ഈ ഇപ്പം എന്തായാലും നിങ്ങൾ തമ്മിൽ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു, എന്തൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു, നിങ്ങൾ ഹാപ്പിയാണ്, അത് നമുക്ക് സംസാരത്തിലേ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് രണ്ടുപേരും ഇരിക്കുന്നത്. ഇനി അങ്ങനെ അങ്ങോട്ട് പോട്ടെ. എന്താണ് ഇനി രണ്ടുപേരുടെ ആഗ്രഹങ്ങൾ ലൈഫിൽ ഒരുമിച്ച്? പണ്ട് കുറേ സ്വപ്നങ്ങൾ, ഇപ്പം ചേച്ചി അറിഞ്ഞു കാണത്തില്ല, ചേട്ടൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും പണ്ട് വർഷങ്ങൾക്ക് മുമ്പ്, അത് സാധിച്ചില്ല ഓഫ് കോഴ്സ്. പക്ഷെ ഇപ്പോൾ രണ്ടുപേരും ഒരുമിച്ചാണ്. എന്താണ് ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള ആഗ്രഹങ്ങൾ പലതും? ഞാൻ കൂടുതൽ ട്രാവൽ ചെയ്യുന്ന ആളാണ്. അന്നേരം ഇനി അങ്ങോട്ട് ട്രാവലിൻ്റെ കൂടെ ഒരാളൂടെ ഉണ്ടാവും എന്നുള്ളൊരു ഇതാണ്. ഞാൻ എവിടെ ട്രാവൽ ചെയ്തിട്ടില്ലാത്ത ഒരാളാണ്. അപ്പൊ എനിക്ക് ട്രാവൽ ചെയ്യാൻ കറക്റ്റ് ആളിനെ കിട്ടി അല്ലേ? അതല്ലേ ഉദ്ദേശേ? അതെ, രണ്ടുപേരും അങ്ങോട്ട് മുന്നോട്ട് ട്രാവൽ ചെയ്യുക, അതാണ് രണ്ടുപേരുടെ ആഗ്രഹങ്ങൾ. രണ്ടുപേരുടെ ഈ ഇഷ്ടങ്ങൾ, ഇപ്പം ചേച്ചിക്ക് ചേട്ടനെ മനസ്സിലാക്കി എത്രത്തോളം പുള്ളിയുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ പുള്ളിയുടെ ഇഷ്ടക്കേടുകൾ എന്തൊക്കെയായിരുന്നു ചേച്ചി മനസ്സിലാക്കിയെടുത്തത് ഈ ഒരു കുഞ്ഞു സമയം കൊണ്ട്? അത് എന്നെ സംബന്ധിച്ചോളം എൻ്റെ വൈഫിൻ്റെ സെയിം ക്യാരക്ടറായില്ല എല്ലാം, ആൾമോസ്റ്റ് 90% അത് തന്നെ. അന്നേരം എനിക്കൊരു പുതിയ ആൾ വരുന്ന ഒരു ഫീലിംഗ് ഇല്ല. പറയരുത്, എനിക്ക് എന്റെ ഹസ്ബൻഡിന്റെ ഒരു സിമിലാരിറ്റി ഇല്ല, ഒരു സിമിലാരിറ്റി ഇല്ല. അങ്ങനെ എൻ്റെ മക്കളോടും അങ്ങനെ മക്കളെ എന്ന് വെച്ചാൽ രണ്ടുപേരും വെളിയിലാണ് വളർന്നെങ്കിൽ അവര് ഞാനുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലിയാണ്, ഭയങ്കര എന്റെ മക്കളെ പോലെ തന്നെയാണ് എനിക്ക്. അവർക്കൊരു 2 days കിട്ടിയായിരുന്നു, മോനും വൈഫും കൂടി. പോളണ്ടിൽ നിന്ന് വന്നപ്പം എറണാകുളത്ത് എന്റെ ഫ്ലാറ്റിലോട്ടാണ് അവര് വന്നത്. അവരവിടെ ഒരു 2 രാത്രിയും 2 പകലും ഉണ്ടായിരുന്നു. അപ്പൊ അത് ഒരു ഭയങ്കര ക്ലോസ് ആവാൻ നമുക്ക് കൂടുതലും സമയം കിട്ടി. അതേപോലെ ചേച്ചിക്കോ? ഐ മീൻ ചേട്ടൻ്റെ ഒരു ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ ആ ചേട്ടനെ ആ ഒരു പേഴ്സണെ പറ്റി എത്രത്തോളം മനസ്സിലാക്കിയെടുത്ത് ഈ ഒരു ചെറിയ ഗ്യാപ്പിൽ? ഇനിയും മനസ്സിലാക്കാൻ ഒരാളെ കംപ്ലീറ്റ് ആയിട്ട് ഒരിക്കലും ആർക്കും മനസ്സിലാക്കാൻ പറ്റൂല. എങ്കിലും എനിക്കിപ്പോൾ ഒരു തോന്നുന്നത് 95% എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തൊക്കെ എപ്പോഴൊക്കെ പറയുമെന്ന് ഇപ്പൊ എനിക്കറിയാം. അതിലെന്തോ ഉണ്ട്. അതല്ല, ഒരുപാട് നീറ്റ്നെസ്സിനെ പ്രിഫർ ചെയ്യുന്ന ആളാണ്. OCD അല്ല, എന്നാലും ഭയങ്കര ഓർഗനൈസ്ഡ് ആയിരിക്കും. ഒരു സാധനം അവിടെ വെക്കണം. അങ്ങനെ ഞാൻ അങ്ങനെയുള്ള ഒരാളായിരുന്നു. പക്ഷെ ഞാൻ ഒന്നുമല്ല, ഇവിടെ വന്നപ്പോൾ കുറച്ചുകൂടെ കൂടുതലാണ്. അപ്പം ഓർഗനൈസ്ഡ് ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഇപ്പം കുറച്ചുകൂടെ അത് നല്ലത് തന്നെയാണ്, അതെനിക്ക് ഇഷ്ടമാണ്, ആസ്വദിക്കുന്നുണ്ട്. അതെ അതെ. എന്തെങ്കിലും ഹോബീസ് രണ്ടുപേർക്കും പരസ്പരം
എന്തെങ്കിലും പരിപാടികൾ, ഐ മീൻ ഹോബീസ് അങ്ങനെ എന്തെങ്കിലും? ട്രാവൽ മാത്രമേ ഉള്ളൂ. ചേട്ടനതേ ഉള്ളൂ. ചേച്ചിക്കോ? ഹൗസ് വൈഫ് എന്ന് പറയരുത് പ്ലീസ്. ഇല്ല, ഹൗസ് വൈഫ് ഒന്നും. ഹൗസ് വൈഫ് പുള്ളിക്ക് ഇതാണ് ആക്ടിങ് ഒരു അത് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ മുന്നോട്ട് ഇതിപ്പം എന്തായാലും ചേച്ചി കുറച്ചും കൂടെ, നിങ്ങൾ രണ്ടുപേരും കുറച്ചും കൂടെ വൈറൽ കപ്പിൾസ് ആയി, മുന്നോട്ട് ഇനി ഓഫേഴ്സ് വരുമ്പോൾ എന്താണ് അവസ്ഥ? ചേച്ചിനെ വിടുവോ? വിടുന്നതിന് വർഷമില്ല. ഈ നെഗറ്റീവ് പബ്ലിസിറ്റി അല്ലെങ്കിൽ നെഗറ്റീവ് കമൻസ് പൊതുവേ നമുക്കിവിടെ വരുന്നുണ്ടല്ലോ. സോ അവരോട് എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് പറയണം, ഇതല്ല എനിക്കൊരു അവസരം കിട്ടുവാണെങ്കിൽ ഞാൻ പറയും ഇങ്ങനല്ല കാര്യങ്ങൾ, ഇതായിരുന്നു എൻ്റെ ലൈഫിൽ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് നിങ്ങൾക്ക് പറയാനൊരു അവസരം കിട്ടിയാൽ നിങ്ങൾ എന്തായിരിക്കും പറയുക? അല്ലേ, എല്ലാരെയും നമുക്ക് തിരുത്താനൊന്നും പറ്റൂല. പലരും നമ്മൾ എത്ര പറഞ്ഞാലും ചിലർ നെഗറ്റീവ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. ചിലരത് ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പം നമ്മൾ പറയാനുള്ളത് നമ്മുടെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അത് വിലയിരുത്തി നമ്മളെ ദ്രോഹിക്കാതിരിക്കുക, ജീവിക്കാൻ വിടുക, അത്രയേ ഉള്ളൂ. ഞാൻ ലീസ്റ്റ് ബോധേഡാണ്. പിന്നെ ഞാൻ പിന്നെ കമൻറ്റുകളൊന്നും വായിക്കാറില്ല. നമ്മളുടെ വീഡിയോ ആരെങ്കിലും ഇട്ടിരിക്കുന്ന ഓരോരുത്തർ റീപോസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. അന്നേരം അതിനകത്തുള്ള ഇത് ആസ്വദിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ കമൻ്റൊന്നും ഞാൻ വായിക്കാറില്ല. പോസിറ്റീവ് കമൻസ് മാത്രം ആസ്വദിക്കും, കമൻസ് വായിക്കാറുമില്ല. ഞാനും വായിക്കാറില്ല. പിന്നെ ഇപ്പം 2-3 പേരൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് നെഗറ്റീവായിട്ടുള്ള കമൻസ് ഉണ്ട്. അത് കേൾക്കാനും താല്പര്യമില്ല, മൈൻഡ് ചെയ്തില്ല. പിന്നെ ഇദ്ദേഹമാണെങ്കിൽ ആരെയും ലീസ്റ്റ് ബോധേഡായി പറഞ്ഞ പോലെ. അതുകൊണ്ട് പിന്നെ നമ്മൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്തി എല്ലാവരുടെയും സന്തോഷവും അപ്രീസിയേഷനും ഒന്നും വേണ്ടല്ലോ. അതെ, നമ്മുടെ മനസാക്ഷി അത്രേ ഉള്ളൂ. ഈ പ്രണയം എന്നത് നമുക്ക് എല്ലാ മനുഷ്യർക്കും വരുന്ന ലൈഫിലുണ്ടാവുന്ന ഒരു മൊമെന്റ് ആണ്. ആരോടും നമുക്ക് പ്രണയം തോന്നാം. ഇപ്പം പണ്ട് നിങ്ങൾക്കൊരു പ്രണയം തോന്നിയായിരുന്നു, അത് വിട്ടു, അതിനുശേഷം ചേച്ചി പറഞ്ഞു ചേച്ചിക്ക് ചേച്ചിയുടെ എക്സ് ഹസ്ബൻഡ് പുള്ളീനോട് പ്രണയം തോന്നി, നിങ്ങൾ സെറ്റിൽഡായി, അവിടെ സെറ്റിലായെന്ന് പറഞ്ഞു. ഇന്ന് പുതിയ രശ്മിയും ചേട്ടനും പ്രണയം എത്രത്തോളമാണ് ഉള്ളത് പരസ്പരം, അല്ലെങ്കിൽ എന്താണ് ആ ഒരു പ്രണയത്തെ പറ്റി പറയാനുള്ളത്? നമുക്ക് ഫീൽ ചെയ്യുന്ന മോസ്റ്റ്ലി അന്നത്തെ അത് കണ്ടിന്യൂ ചെയ്യുന്നുള്ളൊരു ഫീലിംഗാണ്. അന്ന് നമ്മൾ കണ്ടിട്ട് ഫ്രൂട്ട്ഫുൾ ആവാത്ത സാധനം ഇപ്പോൾ നടക്കുന്നു ഒരു ഫീലിംഗ് എന്നതാണ്. എന്തെങ്കിലും ചേഞ്ചസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഈ ഒരു? എനിക്കങ്ങനെ എന്നോട് പിന്നെ ഞാനൊരു ജീവിച്ച ആളിൻ്റെ അടുത്ത് അവസാനം വരെ ഞാൻ ഒരു കുട്ടിത്തം എനിക്കുണ്ടായിരുന്നു. അത് ആസ്വദിക്കുകയും ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഇപ്പോഴും ഇദ്ദേഹത്തിനോടും തോന്നാറുണ്ട് കുട്ടിത്തം. ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നത്, ഞാൻ പറഞ്ഞില്ലേ എല്ലാം വൈഫിനോടൊക്കെ ഒരു കാര്യം മാത്രമേ ഉണ്ട്, ഈ ചൈൽഡിഷ് ഒരു സ്വഭാവം അല്ലേ? ഐ മീൻ ഈ ഇത്രയും വളർന്നിട്ട് നിനക്ക് ആ ഒരു സ്വഭാവം മാറിയിട്ടില്ല. കുട്ടികൾക്ക് അത് വേറെ ആരോടും കാണിക്കാൻ പറ്റില്ലല്ലോ. അതെ അതെ, മക്കളോടും കാണാം. അതൊക്കെയാണ് നമ്മുടെ ചേച്ചി മുമ്പ് പറഞ്ഞ പോലെ പാർട്ട്ണറിനോട് മാത്രം കാണിക്കാൻ പറ്റുന്ന കുറച്ച്. അത് പബ്ലിക്കലി കാണിക്കുമെന്നല്ല, ഞങ്ങൾ മാത്രമുള്ള സമയത്ത് ചില കുട്ടിത്തൊക്കെ നമുക്ക് തോന്നുമ്പം അത് കാണിക്കണമെന്ന് തോന്നുമ്പം ഒരാൾ വേണ്ടേ? അതെ അതെ, വേറെ ആരോടാ കാണിക്കാൻ? അതുകൊണ്ട് ഈ ഒരു കല്യാണത്തിന്റെ പേരിൽ നെഗറ്റീവ് പബ്ലിസിറ്റിയും വരുന്നുണ്ട്, പോസിറ്റീവ് പബ്ലിസിറ്റിയും വരുന്നുണ്ട്. സോ ഈ നെഗറ്റീവ് പബ്ലിസിറ്റിനെ മാറ്റി നിർത്തി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിങ്ങളുടെ ലൈഫ്, ആഫ്റ്റർ ഓൾ നിങ്ങൾ രണ്ടുപേരും ഇഷ്ടം നിങ്ങളുടെ ലൈഫ്. സോ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഞാൻ പൊതുവേ ഞാൻ എന്ത് ചെയ്യുന്നു മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു ഞാൻ നോക്കാറില്ല. അത് ഞാൻ ലീസ്റ്റ് ബോധേഡാ. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എല്ലാവരെയും കുറ്റം കണ്ടുപിടിക്കാനും പിണങ്ങാനും സമയം കാണത്തുള്ളൂ. ഇന്നത്തെ കാലത്ത് ഈ പ്രണയം അതിൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആസിഡ് കഴിക്കുന്നത്, അങ്ങനെ പല രീതിയിൽ ഇന്നത്തെ സമൂഹത്തിൽ കുട്ടികൾ വളരുന്നത് വേറെ രീതിയിലാണ്. അവർക്ക് എന്താണ് ലവ് അല്ലെങ്കിൽ എന്താണ് പ്രണയം എന്നത് അവരുടെ പെർസ്പെക്റ്റീവ് വേറൊരു കാഴ്ചപ്പാടാണ്. പക്ഷെ പണ്ട് നിങ്ങളുടെ പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ അത് അച്ഛനമ്മയൊക്കെ ഭയങ്കര പേടി. ഇന്നത്തെ അങ്ങനെ ഒന്നും പേടിയൊന്നുമില്ല, പക്ഷെ എന്നാലും അത് വേറെ. അല്ല, അവരുടെ പ്രണയത്തിനൊരു ദിവ്യത്വം ഉണ്ടായിരുന്നു, സത്യസന്ധത ഉണ്ടായിരുന്നു, പരിശുദ്ധമായിരുന്നു. ഇപ്പോഴത്തെ പ്രണയം അങ്ങനല്ല. എന്തെങ്കിലും ഇഷ്ടക്കേട് കണ്ട അപ്പോഴേ ബ്രേക്ക് ഓഫ്. ഇതാണ് അവരുടെ പോളിസി. നാളെ മുതൽ നീ വേറെ ഞാൻ വേറെ, അടുത്ത ആളിനെ ഉടനെ കണ്ടുപിടിക്കുക. അത് അവർക്കൊരു പാഷൻ പോലെയാണ് ഇപ്പോൾ. ഈ പ്രണയമല്ല, അതൊരു എന്താ വെച്ചാൽ ഇപ്പൊ ലിവിങ് ടുഗദറും ഇപ്പോൾ ഒരു പ്രശ്നമേ അല്ലല്ലോ ഇനി പുതിയ ജനറേഷന്. അപ്പോൾ അന്നൊക്കെ ഇതൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാലയളവായിരുന്നു ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലം. ഇന്നിപ്പം ഒരു എല്ലാവരും പറയാറുണ്ട് കല്യാണത്തിന് മുമ്പ് ലിവിങ് ടുഗദർ ഒന്ന് ചെയ്ത് നോക്കണം, ഒക്കെ ആണെങ്കിലേ കല്യാണം കഴിക്കാൻ പറ്റും. ഒരുപാട് പേര് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണ് ഇന്നത്തെ കുറച്ചും കൂടെ, എനിക്കൊന്ന് ഇന്നത്തെ ജെൻസിയൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ ഒരുപാട് ഡിവോഴ്സ് കേസുകൾ വരുന്നതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഒരുപാട് പേരും അങ്ങനെ ചെയ്യുന്നത്. അത് മാതാപിതാക്കൾ ചെയ്യിക്കല്ല, അവരവർ തന്നെ മക്കൾ തന്നെ ചെയ്യുകയാണ്. നിങ്ങളുടെ രണ്ടുപേരുടെ ഒരു കാഴ്ചപ്പാടില് ഒരു ഹാപ്പി ഫാമിലി, ഏതൊരു ഫാമിലിയിലും പ്രശ്നങ്ങളും
ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടാവും, ഉണ്ടാവാതിരിക്കത്തില്ല. എല്ലായിടത്തും വഴക്കും ബഹളമൊക്കെ ഉണ്ടാവും. പക്ഷെ രണ്ടുപേരുടെ ഒരു പെർസ്പെക്റ്റീവിൽ ഒരു 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 ഫാമിലി, അതാണല്ലോ ഒരു വീടിൻ്റെ അടിസ്ഥാനം. ഫാമിലി എന്ന് പറയുന്നത് എന്താ? ഈ പരസ്പരമുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും സ്നേഹമാണ്. മക്കളോടും ഭാര്യയോടും ഉണ്ട് സ്നേഹത്തിന്, അതിൻ്റെ ബേസ് അനുസരിച്ചിരിക്കും ഈ ഫാമിലിയുടെ സ്ട്രെങ്ത്തും എല്ലാം. പിന്നെ രശ്മി പറയട്ടെ. ഇനി രശ്മി പറയട്ടെ. ഞാൻ രണ്ടുപേരും പറഞ്ഞു, ഇനി ബാക്കി രശ്മി. ഞാനും അത് തന്നെ പറയുന്നത്, പരസ്പര വിശ്വാസം എന്തൊക്കെ ചെയ്യും എന്നുള്ള ഒരു ധാരണ നമുക്കുണ്ടല്ലോ. വിശ്വാസവും സ്നേഹവും, ഒരുപാട് അങ്ങ് പൊസസീവ് ആവാതിരിക്കുക. പൊസസീവ് ആകാം, സ്നേഹം കൊണ്ടുള്ള പൊസസീവ്നെസ് ഉണ്ടാവാമല്ലോ. ഭാര്യയ്ക്ക് കൊടുക്കാനുള്ള സ്നേഹം ഭാര്യയ്ക്ക്, മക്കൾക്ക് കൊടുക്കാനുള്ളത് മക്കൾക്ക്. അല്ലെങ്കിൽ എന്നേക്കാൾ കൂടുതൽ മക്കളെയാണോ സ്നേഹിക്കുന്നത്, എന്നേക്കാൾ കൂടുതൽ വേറൊരാളെ, അങ്ങനെയല്ല. ഇപ്പൊ ചേച്ചിക്ക് കൊടുക്കാനുള്ള ചേച്ചിക്ക്, ചേട്ടന് കൊടുക്കാനുള്ള ചേച്ചി, ബാക്കിയുള്ള സ്നേഹം, ഭാര്യയുടെ സ്നേഹം കംപ്ലീറ്റ് ഇപ്പൊ എനിക്ക് കിട്ടുമല്ലോ, അത് മതി. ഐ ആം സാറ്റിസ്ഫൈഡ്, ഫുള്ളി സാറ്റിസ്ഫൈഡ്. അതിലുള്ളതിൽ സാറ്റിസ്ഫൈഡ്. കാരണം ഞാൻ ഇത് ചോദിക്കാൻ കാരണം, ഇന്നത്തെ കാലത്ത് ഇപ്പം ഈ ഡിവോഴ്സ് റേറ്റ് ഒക്കെ വളരെ കൂടുതലാണ്. അപ്പം വളരെയധികം നമ്മളൊരു റേഷ്യോ എടുക്കുമ്പോൾ കൂടുതലാണ്. അപ്പം അവർക്ക് എന്താണ് അറിയത്തില്ല. ഇന്നത്തെ തലമുറയ്ക്ക് ആ ഒരു ഫാമിലി അത് അത്രത്തോളം അക്സെപ്റ്റബിൾ അല്ല പകുതി മുക്കാൽ ആൾക്കാർക്കും. സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ്, ലൈഫ് ഇന്നിപ്പോൾ പുതിയൊരു ലൈഫിലേക്ക് വന്നു. സോ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതൊരു അഡ്വൈസ് എന്ന രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് മറുപടി പറയാം. നമ്മുടെ ഒരു യങ് ജെൻസിക്ക് വേണ്ടി അല്ലെങ്കിൽ യങ് മെമ്പേഴ്സിന് വേണ്ടിയുള്ള ഒരു അഡ്വൈസ് എന്ന രീതിയിൽ അണ്ടർസ്റ്റാൻഡിങ് തന്നെ, പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുക, റെസ്പെക്റ്റ് ചെയ്ത് സംസാരിക്കുക. അല്ലാതെ നീ എൻ്റെ അടിമയാണ് ഭാര്യ ആയതുകൊണ്ട്, അത് പണ്ടത്തെ ഒരു സിസ്റ്റമാണ്. എന്ത് പറഞ്ഞാലും അതിന് ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല, അതനുസരിക്കുക, ജസ്റ്റ് ഒബേ, അതേ ഉള്ളൂ, ഡോണ്ട് ക്വസ്റ്റ്യൻ. അതല്ല ഇവിടെ. ഇപ്പം നമ്മൾ പരസ്പരം റെസ്പെക്റ്റ് ചെയ്ത് സ്നേഹിക്കുക. അപ്പോൾ ആ സ്നേഹത്തിന് ഒരുപാട് ഡെപ്ത് ഉണ്ടാവും, അതൊരിക്കലും ഇളകില്ല, അത് കൂടിക്കൂടി വരേ ഉള്ളൂ ആ ഇൻറ്റൻസിറ്റി. അപ്പം അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പരസ്പരം ബഹുമാനിച്ച് സ്നേഹിച്ചും മനസ്സിലാക്കിയും വിശ്വാസത്തോടെ മുമ്പോട്ട് പോവുക. സംശയം ഇതിൻ്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ തീർന്നു. ഒരു ആരോടും സംശയം ഉണ്ടാവാതിരിക്കുക, എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക. നമ്മൾ നേരത്തെ ചോദിച്ചില്ലേ പണ്ടത്തെ പ്രണയത്തിൻ്റെ ലെവലുകൾ. അതെന്ന് വെച്ചാൽ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പെണ്ണൊന്ന് നോക്കിയാൽ ഒരു സ്റ്റാറ്റസ്, അതൊന്ന് ചിരിച്ചാൽ ഒന്നുകൂടി, പിന്നെ ഒന്ന് മിണ്ടിക്കഴിഞ്ഞാൽ പറയണ്ട. അത്രയൊക്കെ ഉള്ളു അന്നത്തെ ഇത്, അത്രയും മതി നമുക്കൊക്കെ. അല്ല അതിൽ കൂടുതലൊന്നും നമ്മൾ ഇതിനെ കൂടെ കൊണ്ട് പുറത്തു പോകണമെന്നോ അങ്ങനൊന്നും ആഗ്രഹിക്കാറില്ലായിരുന്നു. പക്ഷെ ഇത്രയും അന്ന് രശ്മി ഒറ്റ മോളായുണ്ട്, എപ്പോഴും ഒരു ബോഡി ഗാർഡ് കാണും കൂടെ, പുറത്തൊന്നും നമുക്ക് ഒറ്റയ്ക്ക് കിട്ടത്തില്ല. ഒന്നീ അമ്മ ആണ് അല്ലെങ്കിൽ അച്ഛൻ കാണും. അതുകൊണ്ടാണ് നമുക്ക് അന്ന് അപ്രോച്ച് ചെയ്യാനോ പറയാനോ ഒന്നും പറ്റിയില്ല. പക്ഷെ ആഫ്റ്റർ നിങ്ങൾ ഒന്നിച്ചു ചേരേണ്ടത് തന്നെയാണ്. അത് ഒരു ചേച്ചി പറഞ്ഞ പല നിമിത്തങ്ങൾ നിങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലത്തായിരുന്നു, ഒരുമിച്ച് വന്നു. ഒരു കാരണവശാലും ഞങ്ങൾ യോജിക്കാമെന്ന് ആർക്കും ചിന്തിക്കാൻ പോലും പറ്റൂല. ഞങ്ങളെ ഫാമിലി അങ്ങനെ ആയിരുന്നു. ദൂരെ, എത്രയോ ദൂരെ, വർഷങ്ങളിൽ എത്രയോ ദൂരെ, എന്നിട്ടും കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ വരുവാണെങ്കിൽ അത് ദൈവത്തിന്റെ തീരുമാനം തന്നെ, ദൈവത്തിന് തന്നെ, ഗോഡ് പ്രപ്പോസസ്. അതെ അതെ, തീർച്ചയായിട്ടും. എന്തായാലും വളരെ സന്തോഷം. ഇനി നിങ്ങളുടെ ലൈഫിൽ ഇനി വലിയ വലിയ നല്ല നല്ല അസുലഭ നിമിഷങ്ങൾ ഉണ്ടാവട്ടെ. നിങ്ങളുടെ ആഗ്രഹം പോലെ ഇനി മുന്നോട്ട് കുറേ വർഷങ്ങൾ ജീവിച്ച് ഹാപ്പി ആയിട്ട് പോട്ടെ, അല്ലേ? ചേട്ടൻ പറഞ്ഞാൽ ചേട്ടൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം യാത്ര ചെയ്യാനാ. രണ്ടുപേരും അടിപൊളിയായിട്ട് യാത്രയൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ലൈഫ് പോട്ടെ. എന്തായാലും സന്തോഷം. കുറേ നേരം നമ്മളോടിരുന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അത് നെഗറ്റീവ് കമന്റ്സ് അല്ലേ? ഞങ്ങളുടെ ഇത് ഇൻസിഡന്റ് എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ. ഈ ലോൺലി പേരൻസ് അല്ല, ലോൺലി ഇൻഡിവിജ്വൽസ് ഉണ്ടല്ലോ, സിംഗിൾ പേരൻസ്, അവർക്കും ഇതുപോലെ നല്ല ഒരു പാർട്ട്ണറെ കിട്ടാൻ ദൈവം അനുഗ്രഹം. നമ്മൾ ആ ഒരു ഡിസിഷൻ എടുക്കണം. നമുക്കും ആ ഒരു അത് മക്കളെ ഇപ്പൊ അവിടുത്തെ മക്കളും എൻ്റെ മക്കളും അതുപോലെ സപ്പോർട്ടീവ് ആയതുകൊണ്ടാണ് ബ്ലെസ്ഡ് ആണ്. അങ്ങനെയുള്ള മക്കളെ കിട്ടുക എന്ന് വെച്ചാൽ തന്നെ ഞാൻ അതിൽ ഭയങ്കരമായിട്ട് ബ്ലെസ്ഡ് ആണ്. മക്കൾ മാത്രമല്ല, എൻ്റെ മരുമോനെ പ്രത്യേകം പറയാണ്, മരുമോനും എൻ്റെ മോൻ തന്നെയാണ്, ബ്ലെസ്ഡ് ആണ്. അങ്ങനെ അതുകൊണ്ടാണ് മരുമോനാണ് ഇതിന്റെ സൂത്രധാരൻ. ആദ്യം മുതലേ ഇതിനൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് മക്കളും അതുപോലെ തന്നെ. പിന്നെ എൻ്റെ ബന്ധുക്കളെല്ലാം അറിഞ്ഞപ്പോൾ ആരും ഒരു നെഗറ്റീവായിട്ടൊരു അഭിപ്രായം പറഞ്ഞില്ല. എല്ലാവരും ഇത് നേരത്തെ ആവാമായിരുന്നല്ലോ എന്നാ ചോദിച്ചത്. കുറച്ചും കൂടെ നേരത്തെ, ഇപ്പൊ 11 വർഷം ആവാൻ പോന്നു. അപ്പോഴ് അത്രയും വർഷങ്ങളെ വെറുതെ കളഞ്ഞില്ലേ എന്ന് ചോദിച്ചവരാണ് കൂടുതൽ. അപ്പം എല്ലാവർക്കും സന്തോഷമായിരുന്നു, എല്ലാവരും ബ്ലെസ് ചെയ്തു.
ഹാപ്പി ആയിട്ടിരിക്കുന്നു. യെസ്, അതേപോലെ ഹാപ്പി ആയിട്ട് പോട്ടെ. എന്തായാലും ഇത്രയും സമയം നമ്മുടെ ഒപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങളുടെ ലൈഫ് സ്റ്റോറി പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു.